മീനു, ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഒന്ന് കണ്ണടയ്ക്കൂ. മീനു, മീനു, എടി എവിടാ നീ? എന്തോ ചേട്ടാ? എന്താ ചേട്ടാ? ഞാൻ ഇറങ്ങണേ. ഓ, അച്ഛനും അമ്മയില്ല, സൂക്ഷിക്കണം. വാതിലൊക്കെ പൂട്ടിക്കോളണം. ഇറങ്ങാണ് കേട്ടാ, സൂക്ഷിക്കണം. ചേട്ടന് വിശ്വാസം ഇല്ലേ? എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ട് എന്നെ പറഞ്ഞത്. ഞാൻ ചേട്ടന്റെ പെങ്ങളല്ലേ. അത് തന്നെ എനിക്ക് കുഴപ്പം. ഓ, ഇതെല്ലാം നോക്കിക്കോന്ന് കേട്ടാ. കേട്ടാ, ഇറങ്ങാണ്, ഓ, സൂക്ഷിക്കണം. വാതിലൊക്കെ പൂട്ടിക്കും. ഓ, ഓ. ഹലോ. ഓ, ഹലോ മീനു, പറ. എവിടെയാടാ? ഓ, ഞാൻ അവിടെ നേരത്തെ കേട്ടു. രാഗി ബേക്കറിയിൽ പപ്സ് വെച്ചോണ്ടിരിക്കുക. എപ്പൊ നോക്കിയാലും തീറ്റ തന്നെ. എന്താടാ നീ ഇങ്ങനെ? പിന്നെ പപ്സ് തന്നെയുണ്ട്. എടാ പിന്നുണ്ടല്ലോ, ഞാൻ വിളിച്ചത്, എടാ വീട്ടിലാരും ഇല്ല. എവിടെ പോയി? അച്ഛനും അമ്മയ്ക്ക് ഒരു കല്യാണത്തിന് പോയി. ചേട്ടനാണെങ്കിൽ എന്തോ ജോലിയുടെ ആവശ്യം പറഞ്ഞ് പുറത്ത് പോയിക്കാം. നീ ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് വായോ. ഇനിയുണ്ട് നിന്റെ ഒരു പപ്സും ഉണ്ട്. എപ്പൊ നോക്കിയാലും തീറ്റ തീറ്റ എന്നുള്ള വിചാരമേ ഉള്ളൂ. എടാ നീ ഇങ്ങോട്ട് വാ, ഞാൻ മാത്രല്ലേ ഉള്ളൂ ഇവിടെ. ഓ, ഞാൻ ഒറ്റയ്ക്കാ. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഡോറൊക്കെ അടച്ചിട്ടേ ജനലെല്ലാം അടച്ചിടണ. അപ്പോൾ ഒരുപാട് കള്ളന്മാരൊക്കെ ഉള്ളതെന്ന് കേട്ടോ, സൂക്ഷിച്ച് പതുങ്ങിയിരുന്നോണേ. ഇങ്ങനൊരു മണ്ടൻ നിന്നെയാണല്ലോ ഞാൻ സ്നേഹിക്കുന്നേ. എടാ ഞാൻ പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലേ? എടാ അച്ഛനും അമ്മയും കല്യാണത്തിന് പോയി, വൈകിട്ടേ വരുള്ളൂ. ചേട്ടനാണെങ്കിൽ ഒരു ജോലിയുടെ ആവശ്യത്തിന് പുറത്ത് പോയി. ചേട്ടൻ എപ്പോൾ വരുമെന്നൊന്നും അറിയില്ല, എന്നാലും വൈകിട്ട് രാത്രിയൊക്കെ ആവും. അപ്പൊ പിന്നെ നീ ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് വാ. അങ്ങോട്ട് എനിക്ക് പപ്സ് ഇല്ലല്ലോ. ഓ, പണ്ടാരും കഴിച്ചു കഴിയാൻ നിനക്ക് എത്ര സമയം വേണോടാ? അതൊരു 15 മിനിറ്റ്. 15 മിനിറ്റോ? പിന്നെ ആസ്വദിച്ച് കഴിക്കണ്ടേ മീനു? എടാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ നിനക്ക് ആസ്വദിക്കാൻ വേറെ പലതും കിട്ടും. എന്താണ് രസവിളി? ഉണ്ടം പൊരി. നീ ഒന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ, വരാം. പിന്നെ പപ്സ് എന്തിരിയാ? എന്റെ ദൈവമേ, അത് നീ പൊതിഞ്ഞെടുക്ക്. ഇവിടെ വെച്ചിരുന്ന് കഴിക്കാം, കൊണ്ടുവാ. പൊതിഞ്ഞെടുക്കല്ലേ? ആ, നമുക്ക് ഒരുമിച്ച് തിന്നാമേ. ഓ, ഞാൻ പോരാ. എന്നാ ഒന്ന് പൊതിഞ്ഞ് തരുമോ? ഒരെണ്ണം കൂടെ വെച്ച് പൊതിഞ്ഞ് തരണേ. എടാ ബെല്ലടിച്ച് നീ നാട്ടുകാരെ മൊത്തം അറിയിക്കോടെ തിണ്ടി. നീ കയറി വാ. എന്താ ആദ്യം വരൂലെന്ന് പറഞ്ഞു? എനിക്ക് പപ്സാണോ മറ്റേത്? അത് ഞാനാ. നീ തന്നെ, പക്ഷെ ആദ്യം പപ്സ് തിന്നോണ്ടിരുന്നുണ്ട്. എൻ്റെ ഒരു പപ്സ്. മീനു, പോടാ. മീനു,
നീ വായിന്ന് കയ്യൊന്നും എടുത്തേ. മഞ്ഞക്കരി മഞ്ഞക്കുരു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്. മീനു, ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഒന്ന് കണ്ണടയ്ക്കൂ. എന്തിനു? കണ്ണടച്ചാലേ ഞാനൊരു സാധനം കാണിച്ചു തരാം. കണ്ണടയ്ക്കും. അടച്ചു. അടച്ചോ? തുറക്കല്ലേ? തുറക്കല്ലേ? എന്തോന്നടാ ഇത്? മീനു, പകുതി എന്താണ്? നിന്റെ തല പകുതി. നമുക്ക് പിന്നീടേ നമുക്ക് കട്ടൻ ചായ ഇട്ട് കുടിക്കാം കേട്ടാ. അന്നേരം നിന്റെ പപ്സ് നിനക്ക് കഴിക്കാം. വേണ്ട. ഏടാ എന്താ എന്തടാ? എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്? ഞാൻ വിചാരിച്ചില്ലല്ല. ഒരുപാട് ദിവസമായില്ലേ? പോടാ പോടാ. തരണ്ടേ? എന്തോന്നടാ? പിടിച്ചിട്ട് കിട്ടിയില്ല മീനു. നാശം പിടിക്കാനായിട്ട് പണിയൊന്നും തോന്നും. ശവം പിന്നെ ഏത് സമയത്ത് വിളിക്കാൻ തോന്നിയുണ്ട്. എടാ അവിടെ നിന്ന് കേറി ഇരുന്ന് നാശമാക്കല്ലേ. എണീക്ക് അങ്ങോട്ട്. പറ്റാത്തോണ്ട് മീനു. ബാത്റൂമിൽ പോടാ. ബാത്റൂം എടാ അവിടെ ഇവിടെ ഇരിക്കില്ലേ. എണീക്ക്. നടക്കുന്ന പണിയിട്ട് ഓടി നടക്കാൻ പറ്റില്ല. എടാ എന്തേലും ഒന്ന് ചെയ്യ്. പെട്ടെന്ന് പോ. നടക്കാൻ പറ്റില്ല. പോടാ. ഒന്ന് പിടിക്കോ? നിന്നെ ഞാൻ എടുക്കാടാ. വേണ്ട, പോടാ അങ്ങോട്ട്. നടക്കാം. ഇതിന് ഏത് നേരം വിളിച്ചു വരുത്താൻ തോന്നിയുണ്ട്. എവിടെയല്ലേ എൻ്റെ ഒരു ദൈവം. ഓ, എന്താ പെട്ടെന്ന് പോവോ? വെറുതെ വയ്ക്കാതെ കയ്യില് ഉണ്ടാവോ? പാൻറ്റിലാന്ന് തോന്നുന്നു. മീനു, മീനു, ഡീ വാതിൽ പറ. മീനു. എടാ മീനു, ചേട്ടാ വന്നു. നീ ഒച്ച ഉണ്ടാക്കല്ലേ. എനിക്കൊന്ന് വിടാതെ പോകാൻ പറ്റൂടാ. സൗണ്ട് ഉണ്ടാക്കല്ലടാ. നിനക്ക് പറ്റും. അഥവാ നീ ഒച്ച ഉണ്ടാക്കിയേ ചേട്ടൻ നിന്നെയും കൊല്ലും എന്നെയും കൊല്ലും. ഇല്ല, ഞാൻ വിടില്ല. ചത്താലും വിടില്ല. വിടല്ലടാ. നിനക്ക് പറ്റും. പറ്റും. ചേട്ടനോ? ചേട്ടൻ എന്താ നേരത്തെ? എത്ര സമയം കൊണ്ട് വിളിക്കണത്? വാതിൽ തുറന്നുകൂടി. ചേട്ടാ ഞാൻ കിടക്കായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. കുറച്ച് ഉറങ്ങിപ്പോയി.
നീ സാറിന് ഈ സമയത്ത് ഉറങ്ങൂലല്ലേ? മനുഷ്യനല്ല ഏട്ടാ, തലവേദന ആയിരുന്നു ഏട്ടാ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഏട്ടാ. ഇതൊരു കള്ളത്തരം. രാവിലെ മുതൽ തുടങ്ങിയതാ കള്ളത്തരം. അല്ല, നീ അല്ലെങ്കിൽ ഈ സമയത്ത് ഉറങ്ങും കിടന്ന്. ചേട്ടാ എനിക്ക് തലവേദനയായിരുന്നു. ഞങ്ങൾ വാതിൽ ഉറക്കാൻ പറ്റിയില്ലേ? അപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ചേട്ടാ എന്തിനാ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? ഞാൻ ഫോൺ എടുക്കാൻ വന്ന, ഫോൺ ഇവിടെ വെച്ചിട്ട്. പിന്നെ എടുത്തോണ്ട് പോ. ആ, ഫോൺ എടുക്കാം. അല്ലെങ്കിൽ ഞാൻ എടുത്തു തരാം. ഇല്ല, ഞാൻ എടുക്കാം, ഞാൻ എടുത്തോളാം. ഇല്ല, കുഴപ്പമില്ല, അല്ല, ഞാൻ വേണ്ട വേണ്ട, ഞാൻ എടുക്കാം, കുഴപ്പമില്ല. നീ നിന്നോ ഇവിടെ. എന്താ ഏട്ടാ? ഇവിടെ എന്തെടി ഒരു സ്മെല്ല്? ഇല്ലല്ലോ. ശരിയല്ല. നിനക്ക് വയ്യേ? വേറെ വയ്യേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തോ? ചേട്ടനല്ലേ പുറത്തുനിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. ചേട്ടൻ വെള്ളം ചവിട്ടിക്കൊണ്ട് വന്നായിരിക്കും. ചേട്ടന് കാലി നോക്ക്. നല്ല സ്മെല്ല്. ചേട്ടന് വയറ് വയ്യേ? എനിക്ക് വേറെ, എനിക്ക് ശരി എന്നാ, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോട്ടെ. അയ്യോ ചേട്ടാ 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 അവിടെ പോവല്ലേ? എന്ത്? ചേട്ടാ ഞാൻ രാവിലെ മുതൽ വയറുവേദന എടുത്ത് ബാത്റൂമിൽ പോണു ചേട്ടാ. അവിടെ എന്തോ വെള്ളം ഒന്നും പോണില്ല ഏട്ടാ. ഓവിൽ എന്തോ അടഞ്ഞിരുന്നു, ഭയങ്കര സ്മെല്ല് ഏട്ടാ. അല്ല, കുഴപ്പമില്ല, ഞാൻ പോട്ടെ. ചേട്ടാ ഇവിടെ പോണ്ട ഏട്ടാ. ഞാൻ രാവിലെ മുതൽ എനിക്ക് വയറിന് സുഖമില്ല ഏട്ടാ. ചേട്ടൻ പുറത്ത് പോവേട്ടാ. ചേട്ടാ ഭയങ്കര സ്മെല്ല. ചേട്ടൻ പോവല്ലേ? ചുമ്മാ അല്ലേ ഇവിടെ സ്മെല്ലായിരുന്നു. നിനക്ക് കുഞ്ഞിലേ മുതലേ ഇത് തന്നെ പരിപാടി. എല്ലാം ചെയ്തിട്ട് എൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കും. ഹലോ. ഓ, ഫോൺ വീട്ടിൽ ഇരുന്നാ. ഓ, ഞാൻ ഇപ്പോൾ വരാം, ഇപ്പോൾ വരാം. ആ, എന്തടേ? അയ്യോ എനിക്ക് വയ്യേട്ടാ. അറിയാതെ പോയേട്ടാ. ആശുപത്രി പോണോ? ആശുപത്രിയാ? ഓ വേണ്ട ഏട്ടാ, ഞാൻ കട്ടൻ ചായ ഇട്ട് കുടിച്ചോളാം. ശരി ശരി, കട്ടൻ ചായ നേരം കഴിച്ചു കൂടി. ഓ ഏട്ടാ. ഓ ആ, എന്തടി അകത്ത്? ചേട്ടാ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഒരു പപ്സ് പറ്റിച്ച് പണിയാ.